പാഠം 718 പ്രേതങ്ങൾ വരുന്ന വഴി. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. ആഹാ, സഹദേവ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അത് ശരി. എന്നിട്ട് ഇതാരാ പറഞ്ഞത്? ശിവദാസനാണോ പറഞ്ഞത്? എങ്കിൽ സത്യമായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇന്നലെ വാർത്ത കേട്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാ ഇത് സത്യമാണെന്ന്. പക്ഷെ പലരും വിശ്വസിച്ചില്ല. അങ്ങനെ വിശ്വസിക്കാതിരുന്നാൽ ഇങ്ങനെ ഇരിക്കും. എങ്ങനെ ചിരിക്കാതിരിക്കും? തലക്കുളത്ത് ഒരു കെട്ടിടത്തിൽ പ്രേതബാധ ഉണ്ടെന്നും ആ കെട്ടിടത്തിന് മുന്നിലുള്ള വഴിയിലൂടെ പോകുന്ന ആളുകളെ പ്രേതം ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് വാർത്ത വന്നപ്പോ നീ എന്താ പറഞ്ഞത്? അതൊക്കെ ചുമ്മാതാണ് എന്ന് ഓർമ്മയുണ്ടോ? വാർത്ത വന്നു എന്ന് പറയരുത്. പൂങ്കിനാവ് വാരിക എന്ന് പറയുന്ന ഒരു പൈങ്കിളി വാരികയിൽ ഏതോ ഒരാൾ എഴുതി വിട്ട ഒരു കഥയല്ലേ അത്? അതെങ്ങനെ മോനട്ട വാർത്തയാവണത്? കഥയല്ലല്ലോ, അനുഭവം എന്ന പങ്ക്തിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. തലക്കുളത്ത് അങ്ങനെ പ്രശ്നമുണ്ടെന്ന് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. എന്റെ മോഹനേട്ടാ, ഈ പറയുന്നതിലൊക്കെ എന്തേലും കാര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് പണ്ടേ അത് അന്വേഷിക്കില്ലായിരുന്നോ? അതൊന്നും ഉണ്ടായില്ലല്ലോ. അതിനർത്ഥം ഇതെല്ലാം വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നല്ലേ? കൊള്ളാം. പോലീസ് അന്വേഷിച്ചാൽ പ്രേതബാധ കണ്ടെത്താൻ പറ്റുമോ ഭാമേ? പോലീസിന് മനുഷ്യന്റെ കാര്യമല്ലേ കണ്ടെത്താൻ പറ്റൂ. ഇത് അത്തരം സംഭവങ്ങളല്ലല്ലോ. എന്റെ മോഹനേട്ടാ, മോഹനേട്ടനെ പോലുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നതാണ് കഷ്ടം. എല്ലാ നാട്ടിലും ഇതുപോലെ കുറെ പ്രാദേശികമായ ഐതിഹ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ ഒന്നാണ് പൂങ്കിനാവ് വാരികയിൽ എഴുതി വിട്ട് തലക്കുളത്തെ നീലി. വർഷങ്ങളായ തലക്കുളത്തുകാർ കൊണ്ടു നടന്ന ആ കഥ ആരോ പൊടിപ്പും തൊങ്ങലും വെച്ച് എഴുതി പ്രസിദ്ധീകരിച്ചു, അത്രേ ഉള്ളൂ. ഈ നീലിയെ നേരിട്ട് കണ്ട ഒരുപാട് പേരുണ്ടെന്നാണ് കഥയിൽ പറയുന്നത്. പക്ഷെ അത് ആരാണ് എന്നില്ല. ഒരുപാട് പേരുടെ ചോര നീലി കുടിച്ചുന്നുണ്ട്. ആരുടെയൊക്കെയാണെന്നും പറയുന്നില്ല. നീലി നൂറുകണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ടെന്നും പറയുന്നു. അത്രയും കൊലപാതകം നടന്നിട്ടും പോലീസ് എന്താ അറിയാത്തത്? ആളുകൾ മരിച്ചത് പണ്ടാണ്, ഇപ്പോഴല്ലോ. ഇപ്പോ നീലി ആരെയും കൊല്ലാറില്ലേ? എന്റെ മോഹനേട്ടാ, ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു കെട്ടിടമാവുമ്പോ അതിനെ ചുറ്റിപ്പറ്റി കുറെ കഥകൾ ഉണ്ടാവും. അങ്ങനെ കരുതിയാ മതി. ഇതും ഇന്നലെ വരെ നീ പറഞ്ഞത് ശരിയായിരുന്നു, പക്ഷെ ഇന്നത് തെറ്റി. എന്താണ്? താലൂക്ക് ഓഫീസിലെ സഹദേവനാ എന്നെ വിളിച്ചത്. നിന്നെ പോലെ ഭയങ്കര ന്യായം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു യോഗ്യൻ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇന്നലെ ആ കെട്ടിടത്തിനുള്ളിൽ കയറി. അയാൾക്ക് എന്താ പറ്റിയത് നിനക്ക് അറിയാമോ? എന്താ പറ്റിയത്? പ്രേതത്തോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അല്ല, മോനുടെ കാര്യം എന്താന്ന് വെച്ചാ പറ. പറയാനൊന്നുമില്ല. തലക്കുളത്തെ കെട്ടിടത്തിൽ പ്രേതമുണ്ടെന്ന് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലല്ലോ. നിന്നെ പോലെ പലരും വിശ്വസിച്ചില്ല. അവര് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. കെട്ടിടത്തിന്റെ പുറത്തെ റോഡിൽ വെച്ച് നീലി പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കഥ പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല. അല്ലെങ്കിൽ തന്നെ ആ കഥയൊക്കെ ആരെങ്കിലും വിശ്വസിക്കും മോനട്ടാ? പൂങ്കിനാവിൽ വന്ന കഥ എന്താണെന്നറിയാമോ? റോഡിലൂടെ ഒരാൾ നടന്നു വരുന്നു. ആ കെട്ടിടത്തിന്റെ വളവില് ഒരു സ്ത്രീ നിൽക്കുന്നു. നടന്നുപോയ ആളോട് ആ സ്ത്രീ ചോദിക്കുന്നു, 100 രൂപയ്ക്ക് ചില്ലറയുണ്ടോ എന്ന്. അയാള് പോക്കറ്റിൽ നിന്ന് ചില്ലറയുണ്ടോ എന്ന് നോക്കുന്ന നേരത്ത് ആ സ്ത്രീയുടെ രൂപം മാറി യക്ഷിയാവുന്നു. ഇങ്ങനെയല്ലേ പണ്ട് കാലത്തെ യക്ഷികൾ ചുണ്ണാമുണ്ടോ എന്നായിരുന്നു ചോദിക്കുന്നത്. ഇപ്പൊ അത് മാറി ചില്ലറയുണ്ടോന്നായി. ഈ കഥയൊക്കെ വിശ്വസിക്കുന്നവരെ പിടിച്ച് പൂട്ടിയിടണ്ടേ മോനട്ടാ? നീ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞ ആളാണ് ദിവാകരൻ ചേട്ടൻ. ഇപ്പൊ അനുഭവിച്ചല്ലോ. ഏത് ദിവാകരൻ? എന്തനുഭവിച്ചു? പൂങ്കിനാവ് വാരികയിൽ ഈ കഥ വന്നതോടെ നാട്ടിൽ മുഴുവൻ സംസാര വിഷയമായല്ലോ. അപ്പോഴാണ് ഈ ദിവാകരൻ ചേട്ടൻ, അയാള് നാട്ടിലെ ഒരു നേതാവാണ്, ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരൻ. കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രേതത്തിലും ഭൂതത്തിലൊന്നും വിശ്വാസമില്ലല്ലോ. അതുകൊണ്ട് വാരികയിൽ വന്നതൊക്കെ കളവാണ് എന്ന് ദിവാകരൻ ചേട്ടൻ തർക്കിച്ചു. തർക്കം മൂത്തപ്പോൾ ആരോ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു രാത്രി ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കാമോ ദിവാകരൻ ചേട്ടാ? ദിവാകരൻ ചേട്ടൻ സമ്മതിച്ചു. അങ്ങനെ ഇന്നലെ രാത്രി 9 മണിക്ക് ദിവാകരൻ ചേട്ടൻ കെട്ടിടത്തിനുള്ളിലേക്ക് കടന്നു. എന്നിട്ടെന്താ, ഇന്ന് രാവിലെ ആയിട്ടും ആളെ കാണാതെ വന്നപ്പോ നാട്ടുകാർ ചെന്ന് നോക്കി.
ഇപ്പോ ദിവാകരൻ ചേട്ടൻ എന്താ കിടക്കുന്നു, ബോധമില്ലാതെ. ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. രക്ഷപ്പെട്ടാ ഭാഗ്യം. നിനക്കൊന്നും പറയില്ലേ? ഭാമേ, കള്ളനോട്ടടിക്കാരോടും പോക്കറ്റടിക്കാരോടും ഇടപെടുന്നത് പോലെ പ്രേതത്തോട് ഇടപെടരുത്. ഇടപെട്ടാൽ വിവരം അറിയും. ഈ പ്രേതം ഭൂതം എന്നൊക്കെ പറയുന്നത് എന്താണ് എന്ന് നിനക്കൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. സാറേ, എന്ത്? ആ, ഉത്തമനോട് ചോദിച്ചാൽ ബാക്കി വിവരങ്ങൾ കൂടുതൽ അറിയാൻ പറ്റും. നമസ്കാരമുണ്ട് സാറേ. ഞാൻ ആ തോമസ് കുട്ടിയുടെ പോക്കരോന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് തന്നെ ശരിയാവൂന്ന് സാറ് നേരത്തെ പറഞ്ഞായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് ആപ്പീസിൽ വന്ന് കരമടച്ചോളാൻ തോമസ് കുട്ടിയോട് പറഞ്ഞോട്ടെ സാറേ. പറഞ്ഞോളൂ. ശരി ശരി. ആ തലക്കുറച്ച് സംഭവം എന്തായിരുന്നു പറഞ്ഞോ? ആ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വെച്ച് എല്ലാരും പറയുന്നേ കേട്ടു. ഈ സുധാകരൻ ചേട്ടന് പോലുള്ള ഒരാളിനെ വീഴ്ത്തണമെന്നുണ്ടെങ്കിൽ ആ പ്രേതം ഒരു ഭയങ്കരയാണെന്നാണ് എല്ലാരും പറയുന്നത്. ഭാമയ്ക്ക് ഇപ്പോഴും അതൊന്നും വിശ്വാസമായിട്ടില്ല ഉത്തമ. ഇന്നലെ വാരികയിൽ സംഭവം അച്ചടിച്ചു വന്നപ്പോൾ വാരികയെ കുറ്റം പറഞ്ഞു. ഇന്നത്തെ സംഭവം കേട്ടിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവളത് വകവെച്ചല്ലെന്ന് എനിക്ക് ഉറപ്പാ. വകവയ്ക്കാതിരുന്നിട്ട് എന്തെന്ന് സാറേ കാര്യം? ദിവാരൻ ചേട്ടൻ ആശുപത്രിയിലാണെന്നുള്ള കാര്യം സത്യമാണേ. ആള് ഭയങ്കര കമ്മ്യൂണിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വീട്ടുകാർ ഭയങ്കര വിശ്വാസികളാ. അവര് ബാധ ഒഴിപ്പിക്കാൻ കഴിവുള്ള ജോത്സ്യരെ തിരക്കി പോയിരിക്കുകയാണെന്നാണ് കേട്ടത് തന്നെ. നമസ്കാരം വക്കീലേ. അവന്റെ സംഭവം സത്യമാണ്. നാട്ടിൽ മുഴുവനും അതാണ് സംസാര വിഷയം. ഇനിയിപ്പൊ പൂജയോ മറ്റോ ചെയ്ത് പ്രേതത്തെ കെട്ടിടത്തിനകത്ത് തളയ്ക്കാതെ വേറെ വഴിയില്ല എന്നാണ് സകല ആൾക്കാരും പറയുന്നത്. പോലീസുകാരെ സംഭവം അറിയിച്ചില്ലേ? പോലീസുകാരനാണല്ലോ ദിവാരൻ ചേട്ടൻ ആശുപത്രി കൊണ്ടുപോയത്. അപ്പൊ പിന്നെ ദിവാരൻ ചേട്ടൻ എന്താ സംഭവിച്ചെന്ന് പോലീസുകാരനെ കണ്ടുപിടിച്ചോളൂ. കണ്ടോത്തുമ, ഇത്രയൊക്കെ ആയിട്ടും ഇവള് പഠിച്ചിട്ടില്ല. ഈ നാട്ടുകാർക്ക് മുഴുവൻ പ്രേതത്തിൽ വിശ്വാസമായി. പക്ഷെ ഇവളിപ്പോഴും തർക്കിക്കുക. നീ നോക്കിയോ, ദിവാകരൻ ചേട്ടനെ പോലെ നീയും നേരിട്ട് അറിയുമ്പോ പഠിക്കും. ഒരു ദിവസം നീ കോടതിയിൽ നിന്ന് വരുമ്പോ വഴിയിൽ ഒരു പെണ്ണ് എന്ന് നിന്നെ കൈ കാണിക്കും. നീ സ്കൂട്ടർ നിർത്തി എന്താ എന്ന് ചോദിക്കുമ്പോ അവൾ ചോദിക്കും, ചില്ലറയുണ്ടോ വക്കീലേ എന്ന്. നീ പറയും ഉണ്ട്, ഇപ്പൊ തരാം എന്ന്. പിന്നെന്താ ഉണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതോടെ ഞാൻ രക്ഷപ്പെടുത്തുക. അങ്ങനെ എങ്ങനെ സംഭവിച്ച ആ നീലിക്ക് എന്റെ വകയായിട്ടൊരു ഗംഭീര സമ്മാനമായി കൊടുക്കും. അങ്ങനെ എന്നെ പ്രേതം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും പ്രേതം ആവുമല്ലോ അല്ലേ മോനട്ടാ? പിന്നെ മോഹനേട്ടനെ ഒരു നിമിഷം പോലും സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കുവോ? പൂച്ച എലിയെ തട്ടി കളിക്കുന്ന പോലെ ഞാനും മോഹനേട്ടനെ തട്ടി കളിക്കും. ഓക്കെ? അല്ല സാറേ, ഈ തോമസ് കുട്ടിയോടെ ഉച്ചയ്ക്ക് ശേഷം ആഫീസിൽ വരാൻ പറഞ്ഞോട്ടെ സാറേ. എന്റെ പൊന്നു പ്രഭേ, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്ന കഥ ഏതൊക്കെ? കാഞ്ഞന സാറേ, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ലോ. ഈ ആഴ്ചത്തെ പൂങ്കിനാവ് വാരികയിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് തലക്കുളം വില്ലേജിൽ ഈ പ്രേതത്തിന്റെ ശല്യം ഉണ്ടെന്നാണ് പറയണത്. ശിശുപാലൻ ചേട്ടന് വിശ്വാസം ഇല്ലേ? വിശ്വാസം ഇല്ലേന്ന് ചോദിച്ചാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത്തരം പ്രേതങ്ങളെ പറ്റി പത്രങ്ങളിലും വാരികകളിലൊക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ. ഒന്നുമില്ലാതെ കഥകൾ ഉണ്ടാവില്ലല്ലോ. തീയില്ലാതെ പുക ഉണ്ടാവൂ? ഇല്ല. നേരിട്ടൊരു പ്രേതത്തെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാം നമ്മൾ നേരിട്ട് കണ്ടിട്ടാണോ വിശ്വസിക്കുന്നത്? നമ്മൾ വായുവാണ് ശ്വസിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ആരെങ്കിലും വായുവിനെ കണ്ടിട്ടുണ്ടോ? സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളെ കുറിച്ച് കേട്ടറിവല്ലേ നമുക്കുള്ളൂ. പക്ഷെ അതൊക്കെ ഉണ്ടെന്നുള്ളത് ഉറപ്പല്ലേ? എന്നാൽ ഈ കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഇത് ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്ന കഥയാ. എന്റെ കാഞ്ഞന സാറേ, നീലി എന്നൊരു പെണ്ണിന്റെ പ്രേതമാണ് തലക്കുളത്ത് പലയിടത്തും വെച്ച് പലരും കണ്ടു എന്ന് പറയണത്. പിന്നെ പ്രേതത്തിലും ഭൂതത്തിലും ഒന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞു നീലിയെ പിടിക്കാൻ ഇറങ്ങിയ ദിവാകരൻ ചേട്ടന്റെ അവസ്ഥ എന്താണെന്നറിയോ? പറയുമ്പോ ആള് ഭയങ്കര കമ്മ്യൂണിസ്റ്റാ. പക്ഷെ നീലിയുടെ കെട്ടിടത്തിൽ കയറി ധൈര്യം കാണിക്കാൻ പോയ ദിവാകരൻ ചേട്ടൻ ഇപ്പൊ ആശുപത്രിയിലാണെന്നാണ് പറയുന്നത്. ദിവാകരൻ ചേട്ടന്റെ പുറകിലൂടെ ചെന്ന് നീലി ദിവാകരൻ ചേട്ടന്റെ കഴുത്തിലൊരു പിടി പിടിച്ചെന്നാണ് നാട്ടുകാർ പറയണത്. ദിവാകരൻ ചേട്ടന് ബോധം വീണാലേ സംഭവത്തിന്റെ സത്യാവസ്ഥ അറിയാൻ പറ്റും. ഞാനൊരു കാര്യം പറയാം. വെറുതെ നാട്ടുകാരെ മുമ്പിൽ ആളാവാൻ വേണ്ടി പ്രേതങ്ങളോടും ഭൂതങ്ങളോടും യുദ്ധം ചെയ്യാൻ പോയാലേ വിവരം അറിയുന്നുള്ള കാര്യം ഉറപ്പാ. അല്ല, പ്രേതങ്ങൾക്ക് ഈ മര്യാദ ന്യായമൊന്നുമില്ല. കാഞ്ചന സാർ വലിയ കുഴപ്പം കാണിച്ചാൽ കാഞ്ചന സാറിന് വലിയ പ്രശ്നം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോ പ്രഹ്ലാദ സാറിനായിരിക്കും കുഴപ്പമുണ്ടാവുക. എനിക്ക് കുറി ഉറപ്പായി. നമസ്കാരം സാർ.
ആഹാ. ഞങ്ങള് തലക്കുളത്തെ പ്രേതത്തെ പറ്റി പറയായിരുന്നു. ഇതൊക്കെ പറയാനുള്ള സ്ഥലമല്ലേ വില്ലേജ് ഓഫീസ്. നിങ്ങൾ നിങ്ങളെ ജോലിയെ നോക്കൂ. പ്രേതം തലക്കുളത്തല്ലേ? ഇവിടെ എന്താ? അങ്ങനെ അല്ല സാറേ. ന്നെ? നമ്മുടെ നാട്ടിലും പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് തലക്കുളത്തെ നീലി തന്നെയാണെന്നാണ് എന്റെ അമ്മാവൻ പറയണത്. അമ്മാവന് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭയങ്കര അറിവാ. അല്ല, വില്ലേജും പഞ്ചായത്തും ഒക്കെ നമ്മുടെ മനുഷ്യരുടെ കാര്യങ്ങളല്ലേ സാർ? പ്രേതത്തിന് എന്ത് വില്ലേജ്, എന്ത് പഞ്ചായത്ത്? അവറ്റകളെ രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ ഇറങ്ങിയത് തന്നെയാ. ഈശ്വരാ. പിന്നെ എന്റെ കാഞ്ഞന സാറേ, നീലി എന്നൊരു പെണ്ണിന്റെ പ്രേതമാണ് തലക്കുളത്ത് പലയിടത്തും വെച്ച് പലരും കണ്ടു എന്ന് പറയണത്. പ്രേതത്തിലും ഭൂതത്തിലും ഒന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞു നീലിയെ പിടിക്കാൻ ഇറങ്ങിയ ദിവാകരൻ ചേട്ടന്റെ അവസ്ഥ എന്താണെന്നറിയോ? പറയുമ്പോ ആള് ഭയങ്കര കമ്മ്യൂണിസ്റ്റാ. പക്ഷെ നീലിയുടെ കെട്ടിടത്തിൽ കയറി ധൈര്യം കാണിക്കാൻ പോയ ദിവാകരൻ ചേട്ടൻ ഇപ്പൊ ആശുപത്രിയിലാണെന്നാണ് പറയണത്. ഹലോ, അതെ തുമ്മനാണ്. കുമാരൻ ചേട്ടാ, ചേട്ടന്റെ കാര്യം ഞാൻ ജോണിക്കുട്ടി സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടേ. ഓ, ഈ ആഴ്ച തീരുമാനം പറയാന്നാണ് സാർ പറഞ്ഞത്. അതെ അതെ അതെ, എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി ശരി ശരി. ഓക്കെ ഓക്കെ. 10 പൈസ മുടക്കാനും കഴിയൂല, വിചാരിക്കുന്നൊക്കെ നടക്കുകയും വേണം. ആദ്യം കാശ് മുടക്കുന്നവരുടെ കാര്യം നടത്തി കൊടുക്കട്ടെ. അത് കഴിഞ്ഞല്ലേ ഓസിന് കാര്യം സാധിക്കുന്നവരുടെ കാര്യം. സാറേ നമസ്കാരമുണ്ട്. തലക്കുളത്ത് നടന്നേക്ക് സാർ അറിഞ്ഞാ? രാവിലെ ആ കെട്ടിടത്തില് രാമൻ ജോത്സ്യരുടെ വക ഒരു പൂജ നടത്തി. പക്ഷെ അതിനുള്ളിലുള്ള നീലി എന്ന ആത്മാവ് രാമൻ ജോത്സ്യരുടെ പിടിയിൽ എങ്ങും നിന്നില്ല. ജോത്സ്യരെ വെട്ടിച്ച ആത്മാവ് തലക്കുളം വിട്ടു എന്നാണ് പറയുന്നത്. വേറെ എങ്ങോട്ട് പോയി അതറിഞ്ഞൂടാ. തൊട്ടടുത്ത പഞ്ചായത്ത് ഇതാണല്ലോ, ചിലപ്പോ ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തലക്കുളത്ത് കണ്ട ദോഷങ്ങളെല്ലാം ഇവിടെയും കാണുമെന്നാണ് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വന്ന സകലരും പറഞ്ഞത്. പ്രേതത്തെ പിടിക്കാൻ പോയ ദിവാരൻ ചേട്ടൻ ആശുപത്രിയിലായതുകൊണ്ട് ഇവിടെ ആരും പ്രേതത്തെ പിടിക്കാനൊക്കെ നോക്കില്ലായിരിക്കും. പക്ഷെ അങ്ങനെ വല്ലതും ചെയ്താലേ വിവരം അറിയുകയും ചെയ്യും. സ്വന്തം കൂടാരത്തിൽ നിന്ന് പുറത്തായ സ്ഥിതിക്ക് നീലിയുടെ ആത്മാവിനെ കലി ഇളകി ഇരിക്കുകയായിരിക്കും എന്നാണ് ജ്യോത്സ്യം പറയുന്നത്. പരിചയമില്ലാത്ത പെണ്ണുങ്ങളെ കണ്ടാൽ ഒന്ന് സൂക്ഷിച്ചോളാനും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കുറച്ചു ദിവസത്തേക്ക് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും സാറേ. നമ്മുടെ നാട്ടിലേക്കാണ് നീലി വന്നിട്ടുള്ളതെങ്കിൽ 2 ദിവസത്തിനകം അത് അറിയാനും പറ്റും. പോട്ടെ, സാറൊന്ന് സൂക്ഷിച്ചോണേ. അതേതാ പെണ്ണ്? ഇതിനു മുന്നേ ഈ നാട്ടിൽ കണ്ടിട്ടില്ലല്ലോ. പാല അല്ല പുളിയ.
ഇപ്പൊ പൊളിയായിരിക്കും. ചേട്ടാ ക്ഷമിക്കണം, ഞാൻ ഈ ഭാഗത്ത് ആദ്യമായിട്ടാ. ഇവിടെ വന്ന് ഒരു ഓട്ടോറിക്ഷ പിടിക്കാന്ന് വിചാരിച്ചപ്പോ എന്റെ കയ്യിൽ ചില്ലറയില്ല. എനിക്കൊരു 500 രൂപയ്ക്ക് ചില്ലറ തരാവോ? ചില്ലറയോ? എന്നെ ചില്ലറയില്ല. സുധാകരനെങ്ങോട്ടാ? കൃഷ്ണൻകുട്ടിയുടെ ചായക്കട വരെ പോയ സാറേ. എന്താ? തലക്കുളത്ത് ഒരു പ്രേതമുണ്ടെന്ന കാര്യം വാരിയിൽ വാർത്ത വന്നില്ലേ? ആ പ്രേതത്തെ രാമൻ ജ്യോത്സ്യൻ പൂജ ചെയ്ത് അവിടെ നിന്ന് ഓടിച്ചു. അവിടെ നേരെ വന്നിരിക്കുന്നത് ഇങ്ങോട്ടാ. ഇങ്ങോട്ടോ? അതെ. സാറിനോട് താര് പറഞ്ഞു? ഞാൻ കണ്ടു സുധാകര. തലക്കുളത്ത് നീലിയുടെ അതേ സ്വഭാവം. വഴിയിൽ കാണുന്നവരോട് ചില്ലറ ഉണ്ടോ ചേട്ടാ എന്ന് ചോദിക്കുന്നതാണ് അവളുടെ പരിപാടി. അത് മാത്രമല്ല, എന്നെ അവൾ ചേട്ടാ എന്നാണ് വിളിച്ചത്. അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? ഞാൻ വില്ലേജ് ഓഫീസറാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ സാറേ എന്നല്ലേ വിളിക്കൂ. ഈ നാട്ടിലുള്ള സകലവർക്കും എന്നെ അറിയാം. അവൾ പ്രേതമായതുകൊണ്ടാ എന്നെ മനസ്സിലാകാത്തത്. സാർ എവിടെ അവളെ കണ്ടത്? മാധവങ്ങളുടെ കടയുടെ തൊട്ടു മുന്നിൽ. സുധാകരൻ സൂക്ഷിച്ചോ, അവളവിടെ കാത്തു നിൽപ്പുണ്ടാവും. ഇവിടെ എവിടെയാണല്ലോ ഞാനത് വെച്ചത്. അതെങ്ങനെയാ? ഞാനൊരു സാധനം ഒരിടത്ത് വെച്ചാൽ വില്ലേജ് ഓഫീസർ അതെടുത്ത് വേറെ എവിടെയും കൊണ്ടുവയ്ക്കും. ഇനിത് എവിടെ പോയി കണ്ടുപിടിക്കും? അയ്യോ, ഇവിടുത്തെ ആളായിരുന്നല്ലേ? മോനേഷണ സാറാ? എന്റെ പേരൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുക. എന്താ ചെയ്യുക? സാറ് വില്ലേജ് ഓഫീസർ ആണല്ലേ? ആണെങ്കിൽ ദിവാകരൻ ചേട്ടന്റെ പിന്നിൽ നിന്ന് വന്ന് കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിച്ചതുപോലെ എന്നെ എന്തെങ്കിലും ചെയ്യാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അത് വെറുതെ ആണ് പോണേ. ഞാൻ ചില്ലറക്കാരനല്ല. എന്നോട് കളിച്ചാൽ നീ വിവരം അറിയും. സാർ എന്താ ഈ പറയുന്നേ? രാമൻ ജ്യോത്സ്യം വിചാരിച്ചപ്പോ തലക്കുളത്ത് നിന്ന് ജീവനും കൊണ്ട് ഓടിയില്ലേ? രാമൻ ജ്യോത്സ്യക്കാർ ഭയങ്കര ജ്യോത്സ്യന്മാരെ അറിയാം. എന്നോട് കളിച്ചാൽ അവരൊക്കെ എന്നോട് കൊണ്ടുവരും. സാറേ ഞാൻ നീലി, നീലി, തലക്കുളത്തെ നീലി, ഈ വീട്ടിൽ നിന്റെ വേട്ട നടക്കില്ല മോളെ. എത്രയും പെട്ടെന്ന് ഇവിടെ നടക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ ഒരു വെറും സാധാരണ പ്രേതം. നിനക്കറിയാമോ, റുമേനിയയിൽ പണ്ടൊരു പ്രേതം ഉണ്ടായിരുന്നു, ഡ്രാക്കുള. ആ ഡ്രാക്കുള വരെ പെട്ടിക്കുള്ളിലാക്കിയവരാണ് ഞങ്ങൾ മനുഷ്യർ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ മടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. ഇക്കാലത്ത് TV സീരിയലിൽ പോലും നിന്നെ പോലെ ആളുകൾ കാണില്ല. പിന്നെയാണ് മോഹൻ സാറിന്റെ വീട്ടില് ജീവൻ പോണേ മുഖ്യം പറയുന്നത്. അയ്യോ, എന്താ? പ്രേതത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസമായിരുന്നില്ലല്ലോ. ഇപ്പോഴേ അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. തലക്കുളത്തെ കെട്ടിടത്തില് ഇന്നലെ രാമൻ ജ്യോത്സ്യൻ ഭയങ്കരമായ ഒരു പൂജ നടത്തി. അതോടെ ആ കെട്ടിടത്തിലുണ്ടായിരുന്ന നീലി അവിടെ നിന്ന് സ്ഥലം വിട്ടു. നേരെ വന്ന് എങ്ങോട്ടെന്ന് അറിയാമോ? നമ്മുടെ വീടിന്റെ മുന്നില്. എന്ത് ഭ്രാന്തായി പറയണത്? നീലി പ്രേതം മണ്ണം കട്ട. നിന്നെ പോലുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നേരിട്ട് കാണുമ്പോഴേ നീക്ക് വിശ്വസിക്കൂ. തലക്കുളത്തെ പ്രേതം നമ്മുടെ വീടിന്റെ മുറ്റത്ത് തോന്നിപ്പോണ്ട്. നമ്മുടെ മുറ്റത്തോ? വഴിയിൽ വെച്ച് കുറച്ചു മുമ്പ് ഞാൻ അവളെ കണ്ടതാ. അപ്പോൾ എന്നോട് ചോദിച്ചു, ചില്ലറയുണ്ടോ ചേട്ടാ എന്ന്. അപ്പോഴെനിക്ക് അപകടം മനസ്സിലായി. ആ
അവിടുന്ന് രക്ഷപ്പെട്ട് ഞാൻ ഓടി ഇവിടെ വന്നപ്പോ ദേ നിൽക്കുന്നു അവൾ ഇവിടെ. നീ എന്താ ചിരിക്കുന്നെ? അത് പറ. നീല നിന്റെ ശരീരത്തിൽ കയറിയോ? എന്റെ മോഹനേട്ടാ, മുറ്റത്ത് നിൽക്കുന്ന പ്രേതോ യക്ഷിയൊന്നും അല്ല. സഹകരണ ബാങ്കിൽ പുതുതായിട്ട് വന്ന കളക്ഷൻ ഏജന്റ് മല്ലിക. ചിട്ടിപ്പണം വാങ്ങാനായിട്ട് വന്നതാ മല്ലിക. ഇന്നലെ ജോലിക്ക് കയറിയതേ ഉള്ളൂ, അതുകൊണ്ട് ആളുകളൊക്കെ പരിചയപ്പെട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ചിട്ടിയുടെ പാസ്ബുക്ക് കാണാതെ ഞാൻ ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് എവിടെ കൊണ്ടേ വെച്ചിരിക്കുന്നത്? അവള് മല്ലികയാണെങ്കില് ഓടി വന്ന് എന്നെക്കാൾ മുന്നേ അവളെങ്ങനെ ഇവിടെ എത്തി? പറഞ്ഞോ? അവള് വന്ന് ഓട്ടോയില്ല. ഓട്ടോയിലോ? ഞാൻ ചില്ലറക്കാരനല്ല. എന്നോട് കളിച്ചാൽ നീ വിവരം അറിയും. സാർ എന്താ ഈ പറയുന്നേ? രാമൻ ജോത്സ്യം വിചാരിച്ചപ്പോ തലക്കുളത്ത് നിന്ന് ജീവനും കൊണ്ട് ഓടിയില്ലേ? രാമൻ ജോത്സ്യക്കാർ ഭയങ്കര ജോത്സ്യന്മാരെ സാർ അറിയാം. എന്നോട് കളിച്ചാൽ അവരെയൊക്കെ എന്നോട് കൊണ്ടുവരും. സാറേ ഞാൻ നീലി, നീലി, തലക്കുളത്തെ നീലി, ഈ വീട്ടിൽ നിന്റെ വേഷം കെട്ട് നടക്കില്ല മോളെ. എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങുന്നതാണ് നിനക്ക് നല്ലത്. നീ ഒരു വെറും സാധാരണ പ്രേതം. നിനക്കറിയാമോ, റുമേനിയയിൽ പണ്ടൊരു പ്രേതം ഉണ്ടായിരുന്നു, ഡ്രാക്കുള. ആ ഡ്രാക്കുള വരെ പെട്ടിക്കുള്ളിലാക്കിയവരാണ് ഞങ്ങൾ മനുഷ്യർ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? പാസ്ബുക്ക് എവിടെയാണെന്ന് വല്ല ഓർമ്മയുണ്ടോ? പാസ്ബുക്ക് എവിടെയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ നീലിയോട് അല്ല മല്ലിയോട് പറഞ്ഞൊക്കെ വെറുതെ തമാശക്ക് പറഞ്ഞാണെന്ന് നീ അവളോട് പറയണം. മല്ലിക്ക് പറഞ്ഞത്? അല്ല അതിന് പെട്ടെന്ന് മല്ലിയെ കണ്ടപ്പോ നീലിയാണെന്ന് കരുതി എന്തൊക്കെയാ പറഞ്ഞത്? എന്റെ മാനം കൂടെ കെടുത്തിയോ? അല്ല ഇപ്പൊ അങ്ങനെ ചോദിച്ചാ ചെറുതായിട്ടൊന്ന്. എന്റെ ഈശ്വര, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. തലക്കുളത്തെ കെട്ടിടത്തിൽ പരിശോധിക്കാൻ കയറിയ ദിവാകരൻ ചേട്ടനെ പുറകെ നിന്ന് അടിച്ചു വീഴ്ത്തിയതിന് ദിവാകരൻ ചേട്ടന്റെ അളിയനെ പോലീസ് വിളിച്ചു. അതായത് കുടുംബവഴക്കിന്റെ ഭാഗമായിട്ടായിരുന്നു. അല്ലാതെ അവിടെ പ്രേതവും ഇല്ല ഭൂതവും ഇല്ല. ഇതെന്റെ വാലിരിക്കുന്നത് കേൾക്കില്ല മോനട്ടാ. മല്ലികയോട് എന്തൊക്കെയാ പറഞ്ഞത് അത് പറ. ഒരു നാടകത്തിൽ ഡയലോഗാണ് നീ പറഞ്ഞാൽ മതി. ഞാൻ റവന്യൂ കലോത്സവത്തിന് കളിക്കുന്ന നാടകമാണെന്ന് പറഞ്ഞാൽ അവൾ വിശ്വസിച്ചോളൂ. നാടകത്തിന്റെ പേര് ഡ്രാക്കുള എന്നൊക്കെ പറഞ്ഞാൽ മതി. മല്ലിക. പ്രേതങ്ങളെ പേടിക്കാത്ത മനുഷ്യരില്ല. പക്ഷേ സ്വയം സങ്കല്പിച്ചുണ്ടാക്കുന്ന കഥകളുടെ പേരിൽ വഴിയെ പോകുന്നവരെ പ്രേതമാക്കുകയും എന്നിട്ട് ആ പ്രേതത്തെ പേടിക്കുകയും ചെയ്യുന്നത് നല്ല തല്ല് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. വില്ലേജ് ഓഫീസറുടെ പ്രേതപേടി ഇതുകൊണ്ടെങ്കിലും അവസാനിക്കട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.